പാസ്പോർട്ട് 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 നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് നന്നായിട്ട് നല്ല രീതിയിൽ പാസ്പോർട്ട് ശരിയാക്കി കൊടുക്കും. പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് കുട്ടി പാസ്പോർട്ട് വേണ്ടേ? പാസ്പോർട്ട് ഞാൻ ശരിയാക്കി തരും. നീ കാക്കനാണ്, ഞാൻ വിളിച്ചു പറ്റിയ ആളാണ്. നീ തൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറ്റിയ ആളാണ്. വീട്ടിൽ നീ ഞാൻ പാസ്പോർട്ട് ശരിയാക്കി തരാം. പാസ്പോർട്ട് വേണ്ടെന്ന്. പാസ്പോർട്ട് വേണ്ടേ? വേണ്ട. എന്തിനാ വന്നത് നീ? എന്റെ വീട്ടിലേക്ക് പോണതാണ് ഞാൻ. വീട്ടിലേക്ക് പോണ പയ്യതാ. ഇതിന്റെ പിന്നിലല്ല എന്റെ വീട്. പിന്നിലാ വീട് ചെല്ലി ഒരു പാസ്പോർട്ട് ഇരിക്കുന്ന നല്ലതാണ്. എന്റെ വീട്ടിൽ വേണ്ടെന്ന്. പാസ്പോർട്ട് വേണ്ട, ഞാൻ ചക്ക ഒരു പാസ്പോർട്ട് നല്ലതാണ് ഈ കാലത്ത്. എനിക്ക് പാസ്പോർട്ട് ഒന്നും വേണ്ട. ഒരു പാസ്പോർട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു കൊണ്ടേ. കാരണം ഞാൻ വിളിച്ചാലും നീ അതിന്റെ ഇടയിൽ കുത്തി കയറി എന്തിനാണ്? പാസ്പോർട്ട് പാസ്പോർട്ട് വേണ്ട ചക്ക. ഞാൻ പറഞ്ഞ കേൾക്കാല്ലേ നീ പറയണ്ട, ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് 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 നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് 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 നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട്. നിന്റെ എവിടെന്നാണ് നിന്റെ ഒറിജിനൽ പാസ്പോർട്ട്? പാസ്പോർട്ട് കണ്ണെ കണ്ട ഇതൊക്കെ കുത്തി തിരിക്കുണ്ടാക്കി കൊടുത്ത ആൾക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിലാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. പാസ്പോർട്ട് പാസ്പോർട്ട് വേണ്ടേ നിങ്ങൾക്ക്? ഞാൻ ശരിയാക്കി തരാം. നല്ല പാസ്പോർട്ടാണ്. നോക്ക്, എന്റെ പാസ്പോർട്ട് കേട് വരികയില്ല. നല്ല ചട്ടമാണ്. ഒറിജിനലാണ്. ഞാനാണ് ആദ്യം കണ്ടത്. നിങ്ങൾ ഞാൻ പറഞ്ഞ നല്ല ഒന്നാമത്തെ പാസ്പോർട്ടാണ്. പാസ്പോർട്ട് എവിടെ നടന്നിരിക്കും? ഞാൻ ശരിയാക്കി തരാം. വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കേക്ക്. പാസ്പോർട്ട് വേണ്ട നിങ്ങൾക്ക്? പിന്നെ പാസ്പോർട്ട് വേണ്ടേ? എവിടേക്ക് പോകാനാണ്? കുഴിക്ക് പോകാനാ? ദുബായിലേക്ക് പോകാൻ ഞാൻ ശരിയാക്കി തരാം. പാസ്പോർട്ടാണ്. ദുബായിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് മിണ്ടാൻ നിൽക്കണ ചക്ക. ഒരാൾ പറഞ്ഞു കഴിട്ടെ എന്നാ ഞാൻ ശരിയാക്കി തരാം. നല്ല ഒന്നാമത്തെ പാസ്പോർട്ടാണ്. കാരണം ഒറിജിനൽ സാധനം നമ്മളെ കയ്യിലുണ്ട്. ഞാൻ നോക്ക്, നിങ്ങൾക്ക് തെറ്റില്ലാത്ത അഡ്രസ് വേണം, ഞാൻ ശരിയാക്കി തരാം. ദുബായി പോകാൻ 2 പാസ്പോർട്ട് വേണം. വേണ്ട, ഒരു പാസ്പോർട്ട് വേണ്ട നിങ്ങൾക്ക്. ഞാനല്ല, അവനാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ വത്സല മേഡം. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ വത്സല മേഡം എന്റെ വത്സല മേഡം എന്ന് വിളിക്കരുതെന്ന്. എന്നാ നാട്ടുകാരുടെ വത്സല മേഡം. ഇയാൾ എന്റെ ആണ്. ഇയാൾ ഞമ്മന്റെ. എങ്ങനെയാണ് ശരിയാവുന്നത്? തർക്കം വേണ്ട, പതിവ് പോലെ നമുക്ക് ടോസ് ഇടാം. തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്റെ പ്രശ്നം ഈ പിടിയും വലിയാണ് പ്രശ്നം. മൊയ്തൂത് പിടിക്കോ? ഈ കുട്ടീനെ ഒന്ന് പിടിക്കോ? എവിടെയാ ശീതല? തനിക്ക് ഏതാ വേണ്ടേ? എനിക്ക് തല. എന്നാ ഞമ്മക്ക് വാല്. വാലിന്റെ കുറവുണ്ട്. നമ്മളായിക്കോളോ അത്. നിർത്തോ അങ്ങലിടി. വിലയുണ്ട്. കുട്ടിക്ക് പാസ്പോർട്ട് വേണം. കൊടുത്തിട്ട് വരി. ദുബായിലേക്ക് അമേരിക്കയിലേക്ക് ഞാൻ അടുത്തേ. കുറച്ച് നേരം കുറുക്ക് കുടിച്ചിട്ട് ഇരിക്കാണ്. പോടാ. മാഡം കൊറേ നേരമായി നിൽക്കുന്നു. ഏയ്, ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. ഇത്ര നേരം ഇരിക്കായിരുന്നു. ഇവൻ സമ്മതിക്കണില്ല. നീ ഏത് നേരം എടുത്തോണ്ട് വെക്കണം? മാഡത്തിന്റെ കാര്യമല്ല പറഞ്ഞ, ഞാൻ എന്റെ കാര്യം പറഞ്ഞ. ഞാൻ കൊറേ നേരം ഇവിടെ നിൽക്കുന്നു. വത്സല മേഡം, അവരൊക്കെ രാവിലെ വന്ന് നിൽക്കുന്നതല്ലേ, ഒന്ന് വേഗം ശരിയാക്കി കൊടുത്തു. താൻ എത്ര മണിക്ക് ഇവിടെ വരണേ? 10 മണിക്ക്. എത്ര മണിക്ക് പോവും? 5 മണിക്ക്. ഞാനും അങ്ങനെ തന്നെയാ. താൻ എത്ര മണിക്ക് എത്തി? 10 മണിക്ക്. 5 മണിയാകുമ്പോ പോയാ പോരെ? ഓന് വിശക്കുണ്ടോടാ? കുറുക്കുണ്ടാക്കി. അല്ല സാറേ, സാറിന് ഇവിടെ വന്നിരുന്നൂടെ? അവിടെ ഇരുത്തൂല, ഇവിടെ ഇരുത്തു. പാസ്പോർട്ട് 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 ഒറിജിനൽ പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് 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 നല്ല പാസ്പോർട്ട്. ഓടാവുന്നത് പാസ്പോർട്ട് പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് ഒന്നാമത്തെ പാസ്പോർട്ട് നല്ല നിലയ്ക്കുള്ള പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് നല്ല പാസ്പോർട്ട് പാസ്പോർട്ട് സർ പാസ്പോർട്ട് സർ പാസ്പോർട്ട് സർ പാസ്പോർട്ട് വേണ്ടത്. നിന്റെ കൈ ഇവിടെ. നിങ്ങളൊക്കെ ആരാ? സാറ് പാസ്പോർട്ട് വേണ്ടേ? എനിക്ക് പാസ്പോർട്ട് വേണം. ഞമ്മളുടെ പാസ്പോർട്ട് തരാം. ഞമ്മളെടുത്ത് തരും. നല്ല പാസ്പോർട്ട് ഉണ്ട്. അല്ല, എനിക്ക് എന്റെ പാസ്പോർട്ട് മതി. എനിക്ക് നിങ്ങളുടെ പാസ്പോർട്ട്. സാറിന്റെ പാസ്പോർട്ട് ഞാൻ എടുത്ത് തരും. ഞമ്മളെടുത്ത് തരും. നല്ല പാസ്പോർട്ട് ഉണ്ട്. അതാണ് നമ്മൾ ഒറിജിനൽ എടുത്ത് തരും. ഒറിജിനൽ എടുത്ത് തരും. എനിക്ക് അവിടെ മുണ്ടാൻ നിൽക്കുക. എനിക്ക് ലണ്ടനിലേക്ക് പോകാനുള്ള പാസ്പോർട്ടാണ്. സാറിന് ലണ്ടനിൽ പോകാനുള്ള പാസ്പോർട്ട് ഞാൻ എടുത്ത് തരാം. ഇവ കംപ്ലീറ്റ് ലണ്ടനാണ് പറയുന്നത്. ഇവൻ ആണ്ട ജപ്പാൻ അവന്റെ അടുത്ത് എടുക്കരുത്. സാറിന് ഇന്ത്യയിലത്തെ പാസ്പോർട്ട് അല്ലേ വേണ്ടത്? പാസ്പോർട്ട് അല്ലേ വേണ്ടത്? അതെ, ഞാൻ ശരിയാക്കി. ഇന്ത്യന്റെ ഒന്നാമത്തെ പാസ്പോർട്ട് ഞാൻ ശരിയാക്കി. എന്റെ കംപ്ലീറ്റ് ചൈനയുടെ 6 മാസം കഴിഞ്ഞാൽ നാശാവും. വെറുതെ പറയാണ്. ഒറിജിനൽ നമ്മളെ കയ്യിൽ നല്ല പാസ്പോർട്ട് ഞാൻ എന്താ വേണ്ട? നമ്മളെടുത്ത് തരും. ഒറിജിനൽ പാസ്പോർട്ട്. സാർ എന്നെ നോക്കി, അങ്ങോട്ട് നോക്കി സാറേ. നമ്മളെടുത്ത് തരും. ഒറിജിനൽ പാസ്പോർട്ട് ഒന്ന് തരും ഞാൻ. സാർ നോക്ക്, നിങ്ങൾക്ക് നല്ല പാസ്പോർട്ട് വേണമെങ്കിൽ എന്റെ എടുക്കി. നിങ്ങൾ ഞാൻ പറഞ്ഞു കേൾക്കുന്നു.
എന്തത്? മാഡം ഇത് എന്റെ ആളാണ്. മേഡം ഇത് എന്റെ ആളാണ് മേഡം. അതെങ്ങനെയാണ് ശരിയാവുക? ഞാനല്ല ആദ്യം കണ്ടത്. വിടന്ന് എനിക്ക് നിങ്ങളുടെ രണ്ടുപേരെയും പാസ്പോർട്ട് വേണ്ട. പിന്നെ എനിക്ക് എന്റെ പാസ്പോർട്ട് മതി, അത് ഞാൻ എടുത്തോളാം. ഏജന്റുമാരില്ലാതെ തനിക്ക് എങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ പറ്റണേ? അത് ഗവൺമെന്റ് നിയമല്ലേ? ഓഹോ, ഗവൺമെന്റ് അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ ഗവൺമെന്റ് ആണല്ലോ പാസ്പോർട്ട് തരുന്നത് പൊതുജനങ്ങൾക്ക്. ഈ പൊതുജനങ്ങളെയും ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാ? ഏജന്റുമാര്. ആ ബന്ധം നിലനിർത്തുന്നത് ഇവരാണല്ലോ. ഈ ബന്ധം എന്നൊക്കെ പറയുന്നത് അത്ര പെട്ടെന്ന് മുറിച്ചു കളയാൻ പറ്റണമെന്നാ? ഓ, അപ്പൊ ഇവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണോ? മനസ്സിലായി സാറിന്. അല്ല, ഒറിജിനൽ പാസ്പോർട്ട് ഞാൻ എടുത്തു തരാം. ദാ നോക്ക്, സാറിന് നല്ല പാസ്പോർട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോയി. ഞാൻ എടുത്തൊരു സാറേ, വേണ്ട സാറേ, original സാധനം ഞാൻ എടുത്തു തരും. ഓടിക്കാൻ തർക്കം വേണ്ട, ടോസ് ഇട്ട് തീരുമാനിക്കാം. ടോസ് ഇട്ട് തീരുമാനിക്കാം. അതല്ലേ നല്ലത്. ഇതാ തൊട്ട്. അതെ, എനിക്ക് തല ഇടാണേ. തൊട്ടെവിടെ? എവിടേക്ക് പോയി സാറേ? അയ്യോ, ശരിയാണല്ലോ. എന്താണ് മുതുകാടാണ് നിങ്ങള്? അതായത് ഈ ഭൂമിയുടെ സന്തുലനാവസ്ഥ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഭൂഗുരുത്താകർഷണത്തിന്റെ ഫലമായിട്ട് മേലോട്ട് പോയിട്ടുണ്ടാവും ചിലപ്പോ. സന്തുലിതാവസ്ഥ പോകണ്ട, 5 റുപ്യ പോയി. ഇതേ മാതിരിയാണ് ഇപ്പൊ എടുത്തു തരുന്ന പാസ്പോർട്ടും. എവിടേക്കാ പോണെന്ന് പറയാം. ഏയ്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ വേറെ കോയിൻ ഉണ്ടല്ലോ. തരൂ, തരൂ. ഇട്ടൂടി മേഡം. ഇടാണ്. ശീതളിന് ഏതാ വേണ്ടേ? എനിക്ക് തല. അവനൊന്നും തലയാണല്ലോ, എനിക്ക് വാല്. നിങ്ങൾക്ക് വാലോ? എവിടെ വാല് നോക്കട്ടെ? അതാ തല, ഞാൻ പറഞ്ഞില്ലേ? ഒന്നും തല തലയാണ് എപ്പോഴും ഭാഗ്യം എനിക്കാണ്. ഭാഗ്യദേവന്റെ ആളല്ലേ? ആയിക്കോട്ടെ. നോക്ക്, എന്റെ കൂടെ മതി. കുട്ടീനെ പിടിക്കും. അയ്യാ, കുട്ടി ഇങ്ങനെ കൊടുക്കും. കുട്ടീനെ അങ്ങോട്ട് കൊടുക്കി. ആകെ തെറ്റിപ്പോയി. പാസ്പോർട്ട് കിട്ടണ മാതിരി തന്നെ ആകെ തെറ്റി. എവിടേക്ക് വരി? അങ്ങട് അങ്ങട്ട് ആദ്യം ഇവിടേക്ക് വരി. എന്താ കാട്ടണത് നിങ്ങള്? വരി. ലണ്ടനിലേക്ക് എന്നാ പോണത്? ലണ്ടനിലേക്ക് 2 ദിവസം കഴിഞ്ഞു. അതെ. മൊയ്തു, ആ കസ്റ്റമറിന്റെ കാര്യം നമ്മുടെ ശീതളം നോക്കിക്കോളും. അതിന്റെ ഗുണാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും. മേഡത്തിന്റെ ഒരു ബുദ്ധി ഷോലെ സിനിമയിലെ പോലെ ഡബിൾ സൈഡ് തലയുള്ള കോയിനും വെച്ചിട്ടുള്ള പരിപാടി കൊള്ളാം. പൊട്ടനാണെങ്കിൽ എപ്പോഴും തലേ പറയൂ. അതന്നെ, പാസ്പോർട്ട് നമ്മളാണല്ലോ കൊടുക്കണേ. അപ്പൊ നല്ലോണം അങ്ങോട്ട് മേടിച്ചിട്ടേ അങ്ങടെ എന്തെങ്കിലും കൊടുക്കുള്ളൂ. എത്ര നേരമായിട്ട് അന്വേഷിക്കുന്നു? എന്തിനാ സാർ? എടാ, എനിക്ക് ആ ഫയൽ വേണം. എന്നാ പിന്നെ ഫയലിന് അന്വേഷിച്ചാ പോരെയാണ് സാറേ. ഏത് ഫയൽ സാറേ? നമ്മുടെ റവന്യൂ അംഗത്തിന്റെ ഫയല്. നമുക്ക് ടോസ് വഴി എത്ര റവന്യൂ കിട്ടി, ഏജൻസിന്റെ കമ്മീഷൻ, കസ്റ്റമർ സന്തോഷത്തോടെ തരുന്ന ഫണ്ട്, ഇതൊക്കെ ആ ഫയലിലാണ്. എടുത്തോണ്ട് ഓടോ. ഓ, നമ്മളെ റവന്യൂ ഇൻകത്തിന്റെ ഫയല് ഇപ്പൊ കൊണ്ട റവന്യൂന്റെ കാര്യല്ലേ? ഇപ്പൊ കൊണ്ടുവരാം ഞാൻ. എന്തൊക്കെ ഇത്ര പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കുന്നത്? ഞാനൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാൻ പാസ്പോർട്ട് വേണം. അപ്പൊ അല്ല, ഭാര്യ ലണ്ടനില്ല, നേഴ്സാ. ഓ, നേരത്തെ പറഞ്ഞല്ലോ ലണ്ടനിലേക്ക് പോകാനായിട്ട്. അത് ശരി. അപ്പൊ എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? എനിക്കൊരു പണിയില്ല. അതുകൊണ്ടാ കല്യാണം കഴിച്ച്? സത്യം പറഞ്ഞാൽ അതെ, ഭാര്യ അവിടെ നേഴ്സാണല്ലോ. എനിക്ക് ഉടനെ വിസ വരും. എനിക്ക് അവിടെ നല്ല പാടാന്ന് അവള് പറയണത്. എന്താ, നിങ്ങൾ പാട്ടുകാരനാണ്? അതല്ല, എനിക്ക് ജോലി കിട്ടാൻ നല്ല പാടാണ്. ജോലി കിട്ടാനായിട്ട്. അതെ, അപ്പൊ പിന്നെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. നന്നായി, വെറുതെ ഇരുന്ന് തിന്നാലോ. അതെ, പാസ്പോർട്ട് പെട്ടെന്ന് വേണം. പാസ്പോർട്ട് അത്ര പെട്ടെന്ന് കിട്ടില്ല. അതെന്താ? ഈ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ എൻക്വയറി ഉണ്ടാവും, പോലീസ് എൻക്വയറി ഉണ്ടാവും ആദ്യം. അതെന്തിനാണ്? എന്താണ് പോലീസ് എൻക്വയറി? പാസ്പോർട്ട് എടുത്താൽ ഏത് സ്ഥലത്തുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും ചെയ്യണ്ട, പാസ്പോർട്ട് എടുക്കണമെങ്കിൽ എൻക്വയറി ഉണ്ടാവും. അതല്ലേ, ഈ പോലീസ് വന്നിട്ട് എൻക്വയറി നടത്തിയിട്ട് പറ്റില്ലെങ്കിൽ പിന്നെ വിജിലൻസ് വന്നിട്ട് എൻക്വയറി നടത്തും. അതിന് നടന്നില്ലെങ്കിൽ പിന്നെ CBI വരും. സമയം കുറെ എടുക്കും. അതെ, അപ്പൊ പെട്ടെന്ന് കിട്ടാൻ? പെട്ടെന്ന് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു 14,000 റുപ്യ വരും. 4,000 റുപ്യ? 4,000 റുപ്യ വരും. ഓ, അത് കുറെ കൂടുതലാണ്. കുറെ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ കാശ് കുറെ ചിലവാകും. എന്താ വിചാരിച്ചത് നിങ്ങൾ? ഇത് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം കൂടും. എന്താ വേണ്ടത്? അന്വേഷണം കൂടണമെങ്കിൽ കൂട്ടാ, അല്ലെങ്കിൽ സമയം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഏതാ വേണ്ടി പറഞ്ഞു? സമയം കുറച്ചാൽ മതി. സമയം കുറച്ചാൽ മതി. കാശ് ചിലവാകും സാറേ. എന്താ ഈ പറഞ്ഞത്? ജീവിതത്തിൽ ഒരു പാസ്പോർട്ടല്ലേ എടുക്കുന്നത്? 14,000 റുപ്യ പോയാൽ എന്താണ്? നല്ല ഒന്നാന്തര പാസ്പോർട്ട് കിട്ടില്ലേ? നാണല്ലാതെ തിരക്കന്നെയാണ്. എന്താ പറഞ്ഞത്? അല്ല, നാളെ വേറെ പരിപാടി ഉണ്ടായിരുന്നു എന്ന് പറയും. നന്നായുള്ളൂ. എന്നൊരു പണി പോയിട്ടേ ഇതിന്റെ ഫോം മേടിച്ചിട്ട് വരും അപ്പുറത്തുനിന്ന്. എന്നാ ശരി. എന്താണ്? അല്ല, ഇത് വേറെയാണ്. ഫോം വേറെ കാശ് കൊടുത്ത് മേടിക്കും. അതിന് വേറെ ഇതിനാണ്. എന്താ പത് 14,000 റുപ്യ തന്നിട്ട് എല്ലാ സാധനവും അതിൽ നടത്താനാവും. എന്നാ ശരി. എന്നാ പോയിട്ട് വരും ബാഗ്. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. പോയിട്ട് വരും. ഒരു ചായ കുടിച്ചിട്ട് പോകാം. കുറച്ച് സമയം എടുക്കും. പാല് വേണോ? ബിക്കറ്റ് വേണോ? വേണോ? മാഡം, മാഡം, എന്താ? നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ടോസ്. എന്താ ടോസ്? അതിന് എനിക്ക് ഒരു ഫോം വേണം. നേരത്തെ കണ്ടേനോ? അല്ല, അതിനല്ല, പാസ്പോർട്ടിന്റെ. താനേ ചെന്ന് ക്യൂല് നിൽക്ക്. അല്ല, ഞാനിപ്പോ ക്യൂലാണല്ലോ. താൻ ക്യൂലാണ്, പക്ഷെ അവസാനം ചെന്ന് നിൽക്ക്.
അയ്യോ ടക്കുടു. ഡോ. ചെല്ല്. അല്ല ഒരു ഫോം മേഡം. താൻ ചെന്ന് ക്യൂല് നിക്കടോ. ഓ ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുത്താൽ മതി. നിങ്ങൾ ആ കുഞ്ഞിനെ എങ്ങനെ കരയിപ്പിക്കാതെ അതിന് ഇത്തിരി പാല് കൊടുക്കൂ. അയ്യോ കുഞ്ഞിനെ ഒന്ന് പിടിക്കോ പ്ലീസ്. ഞാൻ പിടിച്ചാൽ അങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കുന്നു. അയ്യോ ഫീഡിംഗ് ബോട്ടിലും പാലും ബാഗിലാണേ ഒന്ന് പിടിക്കോ പ്ലീസ്, ഒന്ന് പിടിക്കോ. ഇത് മോളാ? മോളാണ്, പക്ഷെ എന്റെ അല്ല, ഒരാളെ ഏൽപ്പിച്ചു പോയതാ. പാലെടുക്കാൻ വേണ്ടി പോയതാ. ഓ, ആണുങ്ങളായ ഇങ്ങനെ വേണം. കുട്ടികളെടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്തൊരു സഹായം മേഡം അല്ല അപ്പോ അതെ, ഇതെന്റെ മോനാ. ഒന്നെടുത്ത് സഹായിക്കോ? അല്ലോ എന്റെ കയ്യിൽ വസ്തു ഉണ്ടല്ലോ. അല്ല, ഒരാളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, ഒന്ന് പിടിക്കോ പ്ലീസ്, എനിക്ക് ഒരുപാട് ജോലി ഉണ്ട്, അതുകൊണ്ടാ. അപ്പൊ എന്റെ ഫോം ഇപ്പൊ തന്നെ വേണോ? ലഞ്ച് ബ്രേക്കിന് പോരെ? അല്ല അതിന് മുമ്പ് തന്നൂടെ? അതിനു മുമ്പ് ഈ കുട്ടിയുടെ കരച്ചില ഒന്ന് മാറ്റിട്ട് ഉറക്കി തരോ? ഞാൻ വേഗം തരാം. താങ്ക് യു. വാ കരയില്ലപ്പാ, കരയില്ല. പാട്ട് പാടിത്തരാം. ഏത് പാട്ടപ്പ പാടും ഈശ്വര? പാമ്പുകൾക്ക് മാളമുണ്ട്, മനസ്സു മാത്രം അയ്യോ സാറേ, കുട്ടികളെ കരയിപ്പിക്കുന്നതല്ല, കുട്ടികൾ കരയുന്നതാ. ഇതേ ചിൽഡ്രൻസ് പാർക്ക് അല്ല, പാസ്പോർട്ട് ഓഫീസാ. അയ്യോ ഇത് എന്റെ കുട്ടികളല്ല. അത് ശരി, വല്ലവരെയും കുട്ടികളെ കൊണ്ടുവന്ന് മനഃപൂർവ്വം ശല്യം ഉണ്ടാക്കാൻ വേണ്ടി കരയിപ്പിക്കുകയാണല്ലേ? ഓരോരുത്തന്മാർ കയറി വന്നോളും. ആണോ? ഇന്നലെ സെക്കൻഡ് ഷോയിലാണോ പോയേ? മാഡം കുട്ടി മൂത്രമൊഴിച്ചു. അത് സാരില്ലേ, ഉണ്ണിമൂത്രം പുണ്യാഹന്ന. ദാ ഈ ബാഗിൽ ഡയപ്പർ ഉണ്ട്, താനത് മാറ്റിയാ മതി. ഞാനോ? താൻ മാറ്റണ കാര്യമില്ല പറയണേ, കുട്ടീനെ മാറ്റിച്ചാ മതി. ഓ, അതിനെ കരയിപ്പിക്കാതെ കൊണ്ടുപോടോ. നീ പറ എന്നിട്ടോ. ഓ, ക്ലൈമാക്സിൽ അങ്ങനെയായിരുന്നു. അയ്യോ, എന്റെ അടുത്ത് മീനു അങ്ങനെയല്ല പറഞ്ഞേ. ആ, അതാണ്. മാഡം ഇതാ നിങ്ങളുടെ മകള്, മാറ്റി. എന്റെ മോളല്ല, മോന. അല്ല ഇത് മോളാണ്. തന്നോടല്ലേ പറഞ്ഞ മോനാന്ന്? അല്ല മാഡം ഇത് മോളാണ്. എടോ, കുട്ടി ആരുടെയാ? തന്റെ ആണോ എന്റെ ആണോ? മാഡത്തിന്റെ. ആ, അപ്പൊ പിന്നെ മോളാണോ മോനാണോ എന്ന് എനിക്കാണോ അറിയാ, തനിക്കാണോ അറിയാ? അത് മാഡത്തിന്. ആ, അപ്പൊ പിന്നെ ഞാൻ പറയണത് ശരി, മോനാ. അല്ല ഇത് മോളാണ്, നോക്കി നോക്കൂ. അയ്യോ, ഇത് എന്റെ കുട്ടിയല്ല. പിന്നെ ഇതെന്റെ കുട്ടിയാണ്. ഡോ, താൻ എന്റെ മോനെ എവിടെ കൊണ്ടു കൊടുത്തേ? അല്ല ഇത് മാഡത്തിന്. അയ്യോ, എന്റെ മോനെ മൊയ്തു. മൊയ്തു. അയ്യോ, മൊയ്തു, ഇയാളെന്റെ മോനെ എവിടെയോ കൊണ്ടു കൊടുത്തു. അല്ല ഇതാണ് എന്റെ, ഇത് മാഡം തന്നെ കുട്ടിയാണ്. അല്ലല്ല, അതെ, ആൺകുട്ടിനെ കൊണ്ടിട്ട് പെൺകുട്ടിനാണ് കൊണ്ടു കൊടുക്കല്. മൊയ്തു, പോലീസിനെ വിളിക്ക്. അയ്യേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ പോലീസിനെ വിളിക്കുന്നത്? അയ്യോ, ഇതെന്റെ പോലീസ് വിളിക്കരുത്. ഞാനാൾ കൊള്ളാലോ, ഞാൻ എന്റെ മോളല്ലേ തനിക്ക് തന്നത്, എന്നിട്ട് മോനെ തന്നെ പറ്റിക്കുന്നു കേട്ടവൻ. സ്ഥിര ഏർപ്പാടാണല്ലേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകല്. ഇപ്പൊ കുട്ടീനെ കിട്ടിയല്ലോ. ഇനി എന്റെ ഫോം തരും. മേഡം ഇതുപോലെ സ്ഥിര ഏർപ്പാടാ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് വിദേശത്തേക്ക് കയറ്റിക്കുന്ന ബിസിനസ് അവന്. അതിനാ പാസ്പോർട്ട് എടുക്കണം എനിക്ക് തോന്നുന്നുണ്ട്. താനല്ലേ പണി നോക്കണോ? എനിക്ക് ഫോം തരും മാഡം. ഫോമിനി തരണോ തരണോ ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കട്ടെ. ഓ, നെക്സ്റ്റ്. ഹലോ അറ്റൻഡർ, നിങ്ങൾ എന്താ എന്നെ വിളിക്കാത്തത്? ഏ? ഞാൻ എപ്പോ വന്നതാണ് ഇവിടെ? അന്റെ സമയമാകുമ്പോ എനിക്ക് വിളി വരുടോ. ആ വിളിയുടെ കാര്യമല്ല പറഞ്ഞു. വെറുപ്പിക്കുകയാണ് രാവിലെ തന്നെ വന്നിട്ട്. നെക്സ്റ്റ്. ആ നീബ, എന്ത് സൈക്കൻഡ് ആണോ ഇത്? ഒരു 5 വയസ്സൊക്കെ ഉപകാരമുള്ള ഒരു സൈക്കൻഡ് അല്ലല്ലോ ഇത്. 5 വയസ്സക്ക് ഉപകാരം ഞാൻ കൊടുത്തു മടുത്തു. ഇനി കൊടുക്കാൻ പറ്റില്ല. ആ എന്നാ അവിടെ പോയിരിക്കും. അങ്ങനെ അവിടെ പോയി. അന്റെ സമയമായിട്ടില്ല. ഞാൻ കണ്ടിട്ടേ പോണുള്ളൂ സാർ. അവിടെ പോയിരിക്കണം. അവിടെ പോയിരിക്കാൻ പറ്റില്ല.
അതിന്റെ പറഞ്ഞാൽ മനസ്സിലാവൂല. എങ്ങനെ അവിടെ പോയിരിക്കുന്നത്? അവിടെ പോയിരിക്കണോ? ഞാൻ എപ്പോ വന്നതാണ് ഇവിടെ? എപ്പോ വന്നാലും എന്റെ സമയമാകുമ്പോ ഞാൻ ഒരുപാട് സമയമായിട്ട് ഇവിടെ വന്ന് എന്റെ കാത്തുനിൽക്കുന്നതാണ്. പോരല്ല ഒരു ഓഫീസാണ്. എന്ത് ഓഫീസാണെങ്കിലും ഞാൻ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അത് അത് ശരി. അന്നെ അവിടെ ഇരുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കയ്യിൽ വിടൂ. പറഞ്ഞേ കേൾക്കണം. എന്റെ കയ്യിൽ നിന്ന് ഇതൊരു ഓഫീസാണ് ഞാൻ പറഞ്ഞ. എന്റെ പോരല്ലത്. ആ നിങ്ങളുടെ ഓഫീസ് കയ്യിൽ നിന്ന് വിടറോ. എന്റെ കോമാളിത്തരം കാണിക്കുന്നു. ഞാൻ ഇവിടെ കാല് കുത്തിയപ്പം മുതൽ നിങ്ങൾ എന്റെ കൈ പിടിച്ച് വലിക്കുന്നു. അനക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ? ആദ്യം ഞാൻ പോയിട്ട് താൻ പോയാ മതി. താൻ എവിടെ പോയിട്ട് പോയാൽ മതി എന്നാ? ഞാൻ പോയി സാറിനെ കാണട്ടെ. ആദ്യം അത് കണ്ടിട്ട് താൻ കണ്ടാ മതി. എനിക്ക് അകത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. എനിക്കും അകത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കും ഓഫീസറെ കാണണം. ഞാനാണോ ആ ഓഫീസർ? പറയാനൊരു ഗ്യാപ്പ് തരണ്ട നിങ്ങള്. മൊയ്തു ഇയാളൊന്ന് അകത്തേക്ക് വിട്ടേക്കാം. അകത്തേക്ക് ചെല്ലി. ബാക്കി അടുത്ത് ആയിക്കോളൂ. ചെല്ലി ചെല്ലി. ഇനി പോന്റെ പരിപ്പെടുത്തോളൂ സാറ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഫോമുകളെല്ലാം വായിച്ചിട്ടുണ്ട്. നന്നായി. ഫിൽ ചെയ്തോളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ID പ്രൂഫ് ഒക്കെ കൊണ്ടുവന്നിട്ടാ. അതായത് റേഷൻ കാർഡ് വേണം, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഫോട്ടോസ് വേണം, എല്ലാം ഇരിക്കണ്ട കയ്യിൽ. എല്ലാം ഉണ്ട്, എല്ലാം ഇതിനകത്തുണ്ട്. കൊണ്ടുവന്നിട്ടോ? ഓ, പറഞ്ഞപ്പോ തന്നെ കൊണ്ടുവന്നു. ഈ ഓഫീസിൽ വന്നാലുള്ള ബുദ്ധിമുട്ടിപ്പിക്കൽ എനിക്കറിയാം, അതുകൊണ്ട് അങ്ങ് എടുത്തു. നന്നായി. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇത് ഫില്ല് ചെയ്തോ. അല്ല ഞാൻ ചെയ്യണോ? അല്ലാണ്ട് പിന്നെ ആർക്കാണ് പാസ്പോർട്ട്? എനിക്കാണ്. പാസ്പോർട്ട് എനിക്കാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പാസ്പോർട്ട് പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്യണ്ടേ. ഇത് പിന്നെ ഞാൻ ഫില്ല് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പ്രശ്നമാവും. അപ്പൊ ഒരു കാര്യം ചെയ്ത് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വത്സല മേഡം ഇരിക്കുന്നുണ്ട്. വത്സല മേഡം അവരെ കൊണ്ട് കൊടുക്കും കേട്ടോ. പോയിക്കോളി. പാസ്പോർട്ട് കിട്ടും. അതാവും. കുറെ ആൾക്കാരുണ്ട്. എന്താ ഒരു കാര്യം ചെയ്യാനറിയില്ല. എല്ലാ പേപ്പേഴ്സും ഉണ്ടോ? ID പ്രൂഫ്, റേഷൻ കാർഡ്, പിന്നെ ഫോട്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റ്, മറ്റു അല്ലറ ചില്ലറ എല്ലാതും ഉണ്ട്. ഇതിൽ അല്ലറ ചില്ലറ കാണാനില്ലല്ലോ. അല്ലറ ചില്ലറ 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 അല്ല, അതവിടെ ശീതളിന് കൊടുത്തല്ലോ. അത് ഇവിടെയും വേണോ? തനിക്ക് പാസ്പോർട്ട് വേണം? പാസ്പോർട്ട് വേണം. അപ്പൊ പിന്നെ ചില്ലറ എവിടെയും വേണം. ഞാൻ കുഞ്ഞിനെടുത്ത പോരെ? അയ്യോ, കുഞ്ഞു ഉറങ്ങിപ്പോയി. ആണോ? അപ്പോ ചില്ലറ വേണമല്ലേ? വേണം. ശരി. സത്യശീല, നിങ്ങളെ പാസ്പോർട്ട് റെഡി. ഓ ദൈവമേ, സമാധാനായി. ഇനി പണിയൊന്നും എടുക്കാതെ ലണ്ടനിൽ പോയി ജീവിക്കാലോ. എന്തേ ഇതിൽ എന്റെ പേര് തെറ്റാണല്ലോ. പേര് തെറ്റോ? ഓ, സത്യശീലൻ എന്നതിന് പകരം സത്യശീലൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് പറ്റിയ പേരായിട്ട്. അല്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? ഫോം ആരാ ഫില്ല് ചെയ്തത്? ഫില്ല് ചെയ്തത് ഞാനാണ്. തന്നോട് ആരാ ഫില്ല് ചെയ്യാൻ പറഞ്ഞേ? ഫില്ല് ചെയ്യേണ്ട ആളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അയാൾ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റി കഴിഞ്ഞാൽ ഉത്തരവാദിത്തമില്ലാന്ന് അയാൾ പറഞ്ഞപ്പോ ഞാൻ തന്നെ ഫില്ല് ചെയ്തതാ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ. എന്ത് വഴി? പുതിയൊരു പാസ്പോർട്ടിന് അപേക്ഷിക്കാം. അയ്യോ, അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് ക്യാൻസൽ ചെയ്യണം. അല്ലറ ചില്ലറ ചെലവേ വരുള്ളൂ. ദൈവമേ. ശീതളാ, ശീതളോ, വരണം മേഡം. എന്താണ് ഇയാൾക്കേ ഒരു പാസ്പോർട്ടും കൂടി ഉണ്ടാക്കി കൊടുക്കണം. ഇയാൾക്കൊന്ന് പോരെ? എന്നെ കൊന്നാ പോരെന്നോ? എന്താ ഇയാൾ പറഞ്ഞത്? ഇയാൾ പറഞ്ഞ പോരെ മേഡം? അതുള്ളത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണം. അതെ. അപ്പൊ സദ്യശീല 2-3 ദിവസം ഇവിടെയൊക്കെ തന്നെ കാണൂലോ അല്ലേ? മോന് ഒരേ ബഹളം, അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞിട്ടേ. ശരിയാണ്, സ്ഥിരം കണ്ടിട്ടേ. ഞാനേ ലണ്ടനിൽ പോകുന്നില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ലണ്ടനിൽ പോകണം, നിങ്ങൾക്ക് പാസ്പോർട്ട് ഞാൻ തരും. നിങ്ങൾ എന്റെ കസ്റ്റമറാണ്. അതെങ്ങനെ എന്റെ കസ്റ്റമർ? അവിടെ മൂപ്പർ എന്റെ കസ്റ്റമറാ. കസ്റ്റമർ ഞാനാണ്. അതല്ല ടോസിടാം. അതാ നല്ലേ. ശീതള, തനിക്ക് ഏതാ വേണ്ടേ? എനിക്ക് തല. അല്ലെങ്കിൽ വേണ്ട, ഏട്ടാ പറ്റേ. എനിക്ക് വാല് മതി. അതെന്താ എനിക്ക് വാല്? എന്താ എനിക്ക് വാല? എനിക്ക് തലയെടുത്താല് എനിക്ക് വേണ്ട. നിർത്തോ? തല നീ തന്നെ എടുത്തോ. ഉടനെ അവർക്ക് 3 പേർക്കും കൂടെ കൊടുക്ക്. എന്നിട്ട് എല്ലാരും കൂടെ എന്നെ തിന്ന്.